ജാഫർ അങ്കിൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ടുണ്ട്. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. ഇന്നേതാ ദിവസം? ശനി. സ്റ്റാർട്ട് ടു എൻഡ് ഇറങ്ങുന്നത് വരെ മൊത്തം സ്ക്രിപ്റ്റ് ആയിരുന്നു. സീനൊന്ന് പകൽ കിഴക്കേ പാടമെന്ന അതിമനോഹരമായൊരു ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തി. കണ്ട എല്ലാവർക്കും അത് മനസ്സിലാവും. ബിഗ് ബോസ് നല്ല അന്തസ്സായിട്ട് വെള്ള പേപ്പറിൽ വെള്ള പൂശാൻ വേണ്ടി നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ആണ് എഴുതി കൊടുത്തത്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. നല്ലപോലെ ജാഫർ അങ്കിൾ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. ഇവർക്ക് അന്നും ഇന്നും ഇനി എന്നും ഏഷ്യനെറ്റിനും ബിഗ് ബോസിനും വലുത് അവരുടെ TRP തന്നെയാണ്. 2 മാല ഗബ്രി ജാസ്മിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു മാലയാണ് ഇന്നലെ നമ്മുടെ ജാഫർ അങ്കിൾ ഊരിയെടുത്തത്. മാല ഊരുമ്പോഴും ജാസ്മിൻ നോക്കുന്നത് ക്യാമറയാണ്. മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ അലതല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. ഇറ്റ്സ് പക്ക ഡ്രാമ. നാറ്റിക്കരുത്. അത് ഊരിയെടുക്കും പറയുന്നുണ്ട്, അത്താ എനിക്ക് ഇതിനകത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോ എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസമാണ് എന്റെ മാല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഗബ്രീന്റെ ഫോട്ടോ കൂടി ജാഫർക്ക് എടുക്കുന്നു. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും. ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ നീ മോളെ നിനക്ക് എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് അച്ഛനെയും അമ്മേനെയും അനിയനെയും അമ്മമ്മേനെയും ഒക്കെ ആലോചിക്കുന്നു പറയുമ്പോ നിങ്ങളെന്ന് എനിക്ക് ഓർമ്മയില്ല, നീക്ക് ഏതാ നീ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു സാധനം. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. നിങ്ങൾ എനക്ക് വേണ്ട, പോ പോ പോ. എനിക്ക് ആ ഫോട്ടോയും മാലയുമാണ് വരേണ്ടത്, വേണ്ടത്. എന്താ ഉറക്കം വരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ